മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വൈ ഒറിജിനൽ ഈസ് മോർ വർത്തി ദാൻ എ കോപ്പി. എന്തുകൊണ്ടാണ് നമ്മൾ ഒറിജിനലായിട്ട് ഇരിക്കണമെന്ന് പറയുന്നത്? നമ്മളൊരു കോപ്പിനേക്കാളും എപ്പോഴും ഒറിജിനലാണ് എപ്പോഴും വർത്തിയായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പല ആൾക്കാരും പീപ്പിൾസ് അറ്റൻഷന് വേണ്ടി, മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ നമ്മളെ തന്നെ ചില സമയത്ത് ഫേക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം അവരെന്ന് പറയുന്നത് എന്താണ്? കോപ്പിയാണ്. ഇപ്പം മറ്റുള്ളവരുടെ ഒരു അറ്റൻഷന് വേണ്ടി നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ ഫേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അധിക നാൾ എന്ത് ചെയ്യത്തില്ല, നിലനിൽക്കത്തില്ല. നമുക്ക് കുറച്ച് വേണമെങ്കിൽ മണിക്കൂർ അങ്ങനെ ഫേക്കായിട്ട് ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ ഒറിജിനൽ സ്വഭാവം എന്തായാലും പുറത്തേക്ക് വരും. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു ഫ്യൂ ഹവേഴ്സ് മാത്രമാണ്. ഇപ്പം നമ്മുടെ ഒറിജിനൽ സ്വഭാവം നമ്മൾ മറ്റുള്ളവരെ ധൈര്യത്തോടെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുവാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടർ എക്സ്പോസ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് എന്ത് ചെയ്യത്തില്ല, ലൈഫ് ലോങ് നമുക്ക് വേറൊരു ഫേക്ക് ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. ലൈക്ക് അങ്ങനെ ഉള്ള ആൾക്കാർ നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആളിനെ നമുക്ക് മതി, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് നമ്മുടെ ലൈഫിന് ചുറ്റും മതി എന്ന് നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസിയാണ്. നമുക്കവിടെ ഫേക്ക് ചെയ്യേണ്ടതായിട്ടോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തോ അവിടെ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മളവിടെ ഒരു ഫേക്കായിട്ട് ഒരു മാസ്കിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്ക്, അതേസമയം ഈ ഫേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറ്റൻഷൻ നേടാൻ വേണ്ടി നമ്മളെ തന്നെ നമ്മുടെ ഒപ്പീനിയനെ മറച്ചു വെക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. കാരണം നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് പറയാനുള്ളത്, ജസ്റ്റ് ലീവ് ദാറ്റ് സർക്കിൾ ഓർ ലീവ് ദാറ്റ് കമ്പനി. കാരണം നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദറ്റ്. സൊസൈറ്റി ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നമ്മൾക്ക് ആദ്യം നമ്മളെ എന്ത് ചെയ്യത്തില്ല, അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിനെ വാല്യൂ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ളവരെ ആകത്തുള്ളൂ. ഈ ഫേക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു മുഖംമൂടി വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ പെരുമാറുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു നാൾ അവർക്കത് റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം മാസ്ക് ചെയ്യാതെ ഉള്ള പോലെ പറയുന്നത്, ഇപ്പം ബട്ടർ ചെയ്യാതെ സംസാരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാർ. അതേസമയം ബട്ടർ ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സെന്താണെന്ന് അറിയില്ല. ഈ ബട്ടർ ചെയ്യാതെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തി. കാരണം അവരുടെ ഒപ്പീനിയൻ പറയും. അവരുടെ ഒപ്പീനിയൻ പറയാൻ അവർക്കൊരു മടിയില്ല. അപ്പം നമ്മളായിട്ടിരിക്കുക. എനിക്ക് ഇത്രയും എൻ്റെ മോഡൽ പറയാനുള്ളൂ. നമ്മളായിട്ടിരിക്കുക. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ഒരിക്കലും നമ്മളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ നമ്മളെയോ ഫേക്ക് ചെയ്യാൻ പാടില്ല. അപ്പം ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് പിന്നെ ഒരു ദിവസം കാണാം. താങ്ക് യു.